വശ്യമായ താളവാദ്യങ്ങൾ കൊണ്ടും മനോഹരമായ നൃത്തച്ചുവടുകൾ കൊണ്ടും പളിയ നൃത്തം കലോത്സവത്തിലെ ശ്രദ്ധേയ മത്സരമായി. ഇടുക്കി ജില്ലയിലെ പളിയ ഗോത്ര വിഭാഗത്തിന്റെ പരമ്പരാഗത നൃത്തരൂപമാണ് പളിയ നൃത്തം. മഴ പെയ്യ്ക്കുന്നതിനും രോഗശാന്തിക്കും വേണ്ടിയാണ് ഈ നൃത്തം പ്രധാനമായും അവതരിപ്പിക്കുന്നത്. സംസ്ഥാന കലോത്സവത്തിലെ 5ാം നമ്പർ വേദിയായ വിവേകോദയം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പളിയ നൃത്തം അരങ്ങേറിയത്. കാണികൾക്ക് ആവേശവും ആനന്ദവും നൽകുന്ന വാദ്യമേളവും നൃത്തച്ചുവടുകളുമാണ് പളിയ നൃത്തത്തിന്റെ പ്രത്യേകത. ഇടുക്കി ജില്ലയിലെ കുമളി പ്രദേശത്ത് താമസിക്കുന്ന പളിയർ ആദിവാസി ഗോത്ര വിഭാഗത്തിന്റെ നൃത്തകലയാണ് ഈ ഇനം. കുലദൈവമായ മാരിയമ്മയെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഊരുനിവാസികൾ താളമിട്ട് നൃത്തം ചെയ്യുന്നത്. കാടിറങ്ങി നാട്ടിലെ ആഘോഷങ്ങളിലും ഉത്സവങ്ങളിലും സ്ഥാനം പിടിച്ച ഈ ഗോത്രകല കഴിഞ്ഞ വർഷം മുതലാണ് കലോത്സവത്തിൽ ഇടം പിടിച്ചത്. മുഖത്തെഴുത്തും മുടിയിൽ ചൂടിയ പൂവും തൂവലുകളുമാണ് പളിയ നൃത്തത്തിന്റെ പ്രത്യേകത. ഇഞ്ച ചതച്ച് ഉണക്കിയെടുത്ത ഉടയാടകളും മരത്തിലും മുളയിലും നിർമ്മിച്ച ആഭരണങ്ങളും അരാട്ടിയുമാണ് വേഷവിധാനം. മുളഞ്ചണ്ട, നാഗര, ഉറുമി, ജാലറ, ജലങ്ക എന്നിവയാണ് പശ്ചാത്തല സംഗീതത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ. കാസർഗോഡ് ബോവിക്കാൻ ബി അബ്ദുൾ റഹ്മാൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ തുടർച്ചയായി 2ാം തവണയാണ് സംസ്ഥാന കലോത്സവത്തിൽ ഈ നൃത്തം അവതരിപ്പിക്കുന്നത്. നമ്മള് ഡാൻസ് തന്നെ മാറ്റിയിട്ടുള്ളത്, പിന്നെ അതുപോലെ തന്നെ കൊട്ടിന്റെ വാദ്യോപകരണങ്ങൾ അത് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ പാട്ടായാലും വ്യത്യാസം. ഇടുക്കി ജില്ലയിൽ നിന്ന് വന്ന മാഷന്മാരാണ് അവരെന്നെ. ഗോത്രവേഷം ധരിച്ച് പളിയ നൃത്തത്തിൽ പങ്കെടുത്ത എല്ലാ ടീമുകളും ഒന്നിനൊന്ന് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. രൗദ്രതാളവും ചടുലമായ നൃത്തച്ചുവടുകളുമാണ് മറ്റ് ഗോത്ര നൃത്ത വിഭാഗങ്ങളിൽ നിന്നും പളിയ നൃത്തത്തെ വ്യത്യസ്തമാക്കുന്നത്. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴുവറിനോടൊപ്പം റഷീദ് എരുമപ്പെട്ടി.